ഹലോ ഗൈസ്, എല്ലാവർക്കും വെബ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത് ഞാനൊരു നമ്മുടെ സിദ്ദിഖിൻ്റെ ഒരു ഡയലോഗ് കേട്ടായിരുന്നു. അതായത് ഇൻസൾട്ടാണ് മുരളി ലൈഫിലെ ഏറ്റവും വലിയ, ബാക്കിയുള്ള കാര്യം എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, സമ്പാദ്യം എന്നാണോ എന്താണെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ ഒരു ഡയലോഗ് കേട്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു വീഡിയോ പറ്റി ഒരു ഐഡിയ കിട്ടിയത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായത്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ കരിയറിൽ ഞാനൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കുറച്ച് ഇൻസൾട്ടൊക്കെ എൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഇൻസൾട്ടെന്ന് പറയാൻ പറ്റത്തില്ല, കരിയറിൽ ഉണ്ടാകുന്ന വീഴ്ചകളുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതും ഈ ഒരു ഡയലോഗുമായിട്ട് ഞാനൊന്ന് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായത്, അതെങ്ങനെയാണ് ഞാൻ തരണം ചെയ്ത് ഒരു ബെറ്റർ പൊസിഷനിലേക്ക് എത്തിയതെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 10 വർഷം മുമ്പാണ് ഞാൻ ഈ ഒരു വെബ് ഡിസൈൻ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് ഫീൽഡിലേക്ക് ഞാൻ കടന്നു വരുന്നത്. 10,000 രൂപയ്ക്കാണ് എറണാകുളത്ത് ഒരു കമ്പനിയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഏകദേശം 1 വർഷത്തോളം ആയപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരു 2,000 റുപ്പീസ് കൂട്ടിത്തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം പുള്ളിക്കാരൻ ആദ്യം ഓക്കെ പറഞ്ഞു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ 2,000 രൂപ മാത്രം എനിക്ക് കിട്ടിയില്ല. പുള്ളിക്കാരൻ്റെ ഓക്കെ മാത്രം അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്നുള്ള പ്രഷറും ഒക്കെ ആയിട്ടാണ് ഞാൻ വീണ്ടും അവിടെ നിന്ന് രാജിവെച്ചിട്ട്, സ്ട്രെയിറ്റ് രാജിവെക്കുമായിരുന്നു. നമ്മുടെ കയ്യിൽ വേറെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് രാജിവെച്ചു. കാരണം അന്നത്തെ എൻ്റെ ഒരു ശമ്പളം കൊണ്ട് എനിക്ക് എങ്ങും എത്താത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ദുബായിലേക്ക് കയറി വരുന്നത്. വിസിറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഏകദേശം 70,000 രൂപയുടെ ജോലിയാണ് എനിക്ക് ദുബായിൽ ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻസൾട്ടാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു ഇൻസൾട്ടായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ ആ ഒരു ഡയലോഗ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് തരാതിരിക്കുന്നതിന് ഒരു ഇൻസൾട്ടായിട്ട് ഞാൻ ആ ഡയലോഗുമായിട്ട് കണക്കൂട്ടി സംസാരിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ഏകദേശം 4 വർഷത്തോളം ഞാൻ ജോലി ചെയ്തായിരുന്നു. കാരണം ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും, എനിക്ക് ദുബായിൽ ആദ്യമായിട്ട് ജോലി തന്ന ഒരു ടീമാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയാണ്. സോ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ നല്ലൊരു സമയം അവർക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ള എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ കമ്പനിയിൽ 4 വർഷത്തോളം നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 4 വർഷത്തെ ജേണിയിൽ 1 വർഷം കഴിഞ്ഞപ്പോൾ 2 വർഷം 3 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ഓരോ ആളുകൾ കമ്പനിയിൽ നിന്ന് മറ്റ് നല്ല ജോലി കിട്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ ശമ്പളവും എൻ്റെ ശമ്പളവും നോക്കുമ്പോൾ ഞാൻ വീണ്ടും ആ ഒരു താഴ്ന്ന സ്കെയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉള്ളിൽ നമുക്ക് ആദ്യമായിട്ട് ഒരു ജോലി തന്ന കമ്പനിയല്ലേ, അവിടെ നിൽക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തീരുമാനം. സോ അങ്ങനെ 4 വർഷത്തോളം അവിടെ നിന്നു. അങ്ങനെ ഇരിക്കെ എനിക്കൊരാഗ്രഹം തോന്നി. ഒരു 4 വർഷമൊക്കെ കഴിഞ്ഞപ്പം മറ്റുള്ളവരുടെ ശമ്പളം വളരെ അധികം ആവുകയും എൻ്റെ ശമ്പളം വളരെ ലോ ആയി കിടക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ എനിക്ക് ഇൻക്രിമെൻറ്റ് കിട്ടിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇൻക്രിമെൻറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ വളരെ തുച്ഛമായിട്ടുള്ള ഇൻക്രിമെൻ്റ് ആണ്. അതായത് നമ്മൾ വഴക്കിട്ട് വാങ്ങിക്കുക എന്ന് പറയില്ലേ, അപ്പോൾ നമുക്ക് തുച്ഛമായിട്ടുള്ളൊരു ഇൻക്രിമെൻറ്റ് തരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുക എനിക്ക് ജോലി മാറണമെന്ന് ആഗ്രഹം വന്നു. നമ്മൾ ഫ്രണ്ട്സിൻ്റെ അവിടെയൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നീ മീറ്റപ്പ് നടക്കും, അതായത് ഈ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചോ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആളുകളും കമ്പനീസും ഒക്കെ വരും. അപ്പോൾ അവർ അങ്ങനെയുള്ള മീറ്റപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കോൺടാക്ട്സ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതിനെപ്പറ്റി അന്വേഷിച്ചപ്പം ഒരു മീറ്റപ്പ് നമ്മുടെ ഈ കമ്പനിയുടെ ഒരു കോമ്പറ്റീറ്റർ ഉണ്ട്, അതായത് സെയിം ഫീൽഡിലുള്ള ജോലി അല്ലെങ്കിൽ സെയിം ഫീൽഡിലുള്ള വർക്ക് ചെയ്യുന്ന മറ്റൊരു കോമ്പറ്റീറ്റിംഗ് കമ്പനിയിൽ ആ ഒരു മീറ്റപ്പ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ സ്വാഭാവികമായിട്ടും ടീം ലീഡിനോട് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു മീറ്റപ്പിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അവനും ആ മീറ്റപ്പിന് വരുന്നുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഞാൻ മീറ്റപ്പിന് പോയി. ഞാൻ അവിടെ ചെന്നപ്പം എൻ്റെ ടീം ലീഡ് അവിടെ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ അവിടെ എനിക്ക് മുട്ടനൊരു പണി കിട്ടി. അതായത് എൻ്റെ ടീം ലീഡ് എന്നെ ചതിച്ചു. ശരിക്കും പറഞ്ഞാൽ അവൻ കമ്പനിയെ അറിയിച്ചത് ഇങ്ങനെ നമ്മുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ അവൻ മീറ്റപ്പിന് പോയി എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ മീറ്റപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. പക്ഷേ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാനേജർക്ക് ഒരു മെസ്സേജ് അയച്ചായിരുന്നു, ഒരു കള്ളം പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ അന്ന് ജൂനിയർ ആണല്ലോ, നമ്മൾ ഈ പ്രൊഫഷണലി എങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ മാനേജറിനൊരു മെസ്സേജ് അയച്ചു, എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ദുബായിലേക്ക് വരുന്നുണ്ട്, എനിക്ക് അവനെ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യണം. സോ ഞാൻ ഒരു 2 മണിക്കൂർ ലേറ്റായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. സോ ഞാൻ അങ്ങനെ മീറ്റപ്പൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി വന്നപ്പം എന്നെ ആദ്യം വിളിച്ചത് CEO ആണ്. കമ്പനിയുടെ CEO എന്നെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് എന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫയർ ചെയ്തു. കാരണം ഞാൻ ആ 4 വർഷത്തോളം ഞാൻ ആ കമ്പനിയിൽ ഉണ്ടാക്കിയെടുത്ത പേര് മൊത്തത്തിൽ
പോയി എന്നുള്ളതാണ്. കാരണം എനിക്ക് അവിടെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് എംപ്ലോയർ അവാർഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വളരെ നന്നായിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ CEO ഫയർ ചെയ്തു. എന്നിട്ട് എന്നെ കൊണ്ട് ടീം ലീഡിനോട്, ടീം ലീഡ് ശരിക്കും അവൻ കളിച്ച കളി എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ അവനോട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാതൊക്കെയാണ് പോയെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് CEO പറഞ്ഞത്, ഇനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യല്, നൗ യു നീഡ് ടു ഗോ ആൻഡ് സേ സോറി ടു ദ ടീം ലീഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കും ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഞാൻ അവനോടാണ് ആദ്യം പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ അവനോട് സോറി പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ശരിക്കും ഒരു ഇൻസൾട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ നിന്നിട്ട് വളരെ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ മറ്റൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ ഈ കമ്പനി മാറുമ്പം എനിക്ക് ശമ്പളം വർദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ അന്ന് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആ കമ്പനിയിൽ തന്നെ ലോങ് ടേമിൽ നിന്നിട്ടുണ്ടാവുമായിരുന്നു. ഇപ്പോൾ ആ കമ്പനി ശരിക്കും പറഞ്ഞാൽ ആ കമ്പനിയുടെ വെബ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരിപൂർണമായിട്ട് അവർ ക്ലോസ് ചെയ്തു. അവരുടെ പ്രോജക്റ്റ് ഒക്കെ ഇപ്പം ഇന്ത്യയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിലവിലുണ്ടായിരുന്ന എംപ്ലോയീസിനെയൊക്കെ അവർ പിരിച്ചു വിട്ടു. അപ്പോൾ അന്ന് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ഒരുപക്ഷെ അവിടെ തന്നെ ലോങ് ടേമിലേക്ക് നിന്ന് പോയേനെയായിരുന്നു. ഇനി അവിടെ നിന്ന് ഞാൻ മറ്റൊരു കമ്പനിയിലേക്ക് സ്വിച്ച് ചെയ്തു. അവിടെ ഞാൻ 2 വർഷത്തോളം ജോലി ചെയ്തു. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പം എന്താണെന്നറിയത്തില്ല, എൻ്റെ കരിയറിൽ എനിക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു ഇൻക്രിമെൻറ്റ് കിട്ടുന്ന ഒരു കമ്പനിയിൽ എനിക്കിതുവരെ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ കമ്പനീസ് ഒന്നും മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ ജോയിൻ ചെയ്ത കമ്പനീസ് എല്ലാം വളരെ ബെസ്റ്റ് കമ്പനീസാണ്. അവിടെ ഞാൻ വർക്ക് ചെയ്തപ്പം എന്നെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ബെസ്റ്റ് എല്ലാ കമ്പനിയിലും കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പനിയിലും ഞാൻ ഒരിക്കലും ഉടായ്പ കാണിച്ചിട്ടില്ല. എൻ്റെ കമ്പനീസിലായാലും എൻ്റെ കൊളീഗ്സിനായാലും എല്ലാം അവരോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ശരിക്കും ഞാൻ ഭയങ്കര വർക്കഹോളിക്കായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അവിടെ 2 വർഷം കഴിഞ്ഞപ്പം വീണ്ടും നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുമല്ലോ. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, നമ്മുടെ സാലറി സ്കെയിൽ അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ടൊരു ഇൻക്രിമെൻറ്റ് ചോദിച്ചുകൂടാ? അപ്പോൾ ഞാൻ ഇൻക്രിമെൻറ്റ് ചോദിച്ചു. അപ്പം പുള്ളിയും എൻ്റെ അടുത്ത് പറഞ്ഞത് ശരിയാക്കാം എന്ന് പറയുന്നതല്ലാതെ ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെ ഇൻക്രിമെൻറ്റിൻ്റെ സമയമായപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് വെബ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം ശമ്പളം കൂട്ടിയില്ല. ബാക്കിയുള്ള സോഷ്യൽ മീഡിയ, PR, കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അവർക്കെല്ലാം ശമ്പളം കൂട്ടിക്കൊടുത്തു. അപ്പം അവിടെയും എനിക്ക് എന്തോ ഒരു സാധനം ട്രിഗർ ചെയ്തു, ഒരു ഇൻസൾട്ടോ എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് അല്ലേ, അല്ലെങ്കിൽ നമ്മളും കമ്പനിയുടെ പാർട്ടല്ലേ എന്നൊക്കെ ഒരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ വളരെ വീണ്ടും ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഞാൻ എൻ്റെ ഒരു ഡെഡിക്കേഷൻ കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കണം അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് കടക്കണം എന്നൊക്കെയുള്ള ഒരു അതിയായിട്ടുള്ളൊരു ആഗ്രഹം വരുന്നത്. അപ്പോൾ ആ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒന്നും പിടിച്ചാൽ കിട്ടത്തില്ല. നമ്മൾ ഓഫീസ് ടൈം കഴിഞ്ഞ് വരുന്നു, നമ്മൾ ഫുൾ ടൈം പുതിയ ടെക്നോളജിയെ പറ്റി വായിക്കുന്നു, പഠിക്കുന്നു, പ്രൊജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ മറ്റുള്ള കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു കമ്പനിയിലും ഒരു ലോങ്ങർ ടേമിലേക്ക് നിൽക്കാൻ പാടില്ല അണ്ടിൽ അൺലെസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എല്ലാ വർഷവും ഒരു നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇൻക്രിമെൻറ്റ് കിട്ടുന്നു, നിങ്ങൾക്ക് അവിടെ പുതിയ സ്റ്റാക്കിൽ അല്ലെങ്കിൽ ടെക്നോളജീസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടുന്നു, നല്ലൊരു റെക്കഗ്നിഷൻ കിട്ടുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു കമ്പനിയിൽ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ നോക്കാവുള്ളൂ, അല്ലെങ്കിൽ ശ്രമിക്കാവുള്ളൂ. നിങ്ങൾ ഓരോ തവണയും നിങ്ങളുടെ ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഇൻക്രിമെൻറ്റ് എല്ലാ വർഷവും ചിലപ്പം 5% മുതൽ 15% വരെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് മാക്സിമം 20-25% വരെ ആയിരിക്കും. അതൊക്കെ വളരെ റെയർ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അതും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വർഷത്തിൽ 25% കിട്ടിയാലും നെക്സ്റ്റ് ഇയറിൽ ചിലപ്പം 10% ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ നിങ്ങളൊരു കമ്പനിയിൽ നിന്ന് ആ ഒരു ടെക്നോളജിയൊക്കെ പഠിച്ചു, നിങ്ങൾക്കിപ്പോൾ നല്ല കോൺഫിഡൻസ് ആയി, നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിലേക്ക് നിങ്ങൾ പോവുകയാണ്. അതായത് നിങ്ങൾ കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ജമ്പ് ചെയ്യാൻ നേരം നിങ്ങൾക്ക് മിനിമം ഒരു 30% ചോദിക്കാം. ഓക്കെ, 30% മുതൽ 100% വരെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങളെല്ലാവർക്കും ഒരുപക്ഷെ ഡൈജസ്റ്റ് ആവില്ല. ഈ 100% ഒക്കെ എങ്ങനെയാണ് ചോദിക്കുക? അതായത് 50,000 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് 1 ലക്ഷത്തിലേക്ക് കടക്കാൻ പറ്റുക, അല്ലേ? അതല്ലേ 100% എന്ന് പറയുന്നത്. പക്ഷേ പറ്റും.
നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. കാരണം നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ നമ്മൾ ആദ്യം തുടക്കത്തിലൊക്കെ നമ്മൾ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഒരുപക്ഷെ നമുക്കൊരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും അവിടെ ഒരു 20% 30% ഒന്നും ആയിരിക്കത്തില്ല. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ഞാൻ അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ അവിടുത്തെ ആ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ട് അവിടുത്തെ പ്രോജക്റ്റിനെ പറ്റിയൊക്കെ മനസ്സിലാക്കി അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നോക്കി അവർ ഏത് രാജ്യത്തു നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് ആണെന്നൊക്കെയുള്ള നോക്കിയിട്ട്, കാരണം അവർക്ക് ഒരു പക്ഷേ നമ്മൾ ചോദിക്കുന്ന സാലറി വളരെ തുച്ഛമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഞാൻ ഒരുപക്ഷെ എത്ര പെർസെൻറ്റേജ് സാലറി ഞാൻ കൂട്ടി ചോദിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം എൻ്റെ ജേണിയിൽ ഞാൻ ഇപ്പോൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കരിയറിൽ ഈ പലപ്പോഴായിട്ട് സംഭവിച്ചിട്ടുള്ള ആ ഒരു ഇൻസൾട്ട് എന്ന് തന്നെ പറയാം, ആ ഒരു ഇൻസൾട്ട് അല്ലെങ്കിൽ ആ ഒരു ഫീൽ എനിക്ക് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു ഫീൽഡിൽ കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പം ഇത്രയുള്ള എനിക്ക് ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഒരിക്കലും ഒരു കമ്പനിയിലും ലോങ്ങർ ടൈമിൽ നിൽക്കാതിരിക്കുക അണ്ടിൽ അൺലെസ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. കാരണം നമ്മൾ ആദ്യത്തെ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും മാത്രമേ നമുക്ക് അവരോടൊരു നെറ്റ്വർക്ക് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മളിപ്പോൾ 5 കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും എംപ്ലോയീസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ അത്രയും ആൾക്കാരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ നമ്മുടെ കരിയറിൽ നമുക്കൊരു ടഫ് ടൈം വരാൻ നേരം ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തായിരിക്കും നമ്മൾ ആദ്യം ചെന്നിട്ട് ചോദിക്കുന്നതാ, നിൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അല്ലേ, അപ്പോൾ അല്ലെങ്കിൽ നീ എങ്ങനെയാണ് ഇപ്പം നിൻ്റെ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അത്രയും ആളുകളുമായിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഒരു വീഡിയോയിലൂടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ എന്താണ് സംഭവിച്ചത്, നിങ്ങൾ കരിയറിൽ ഒരുപാട് ജോലി മാറിയിട്ടുണ്ടോ, അതോ ഒരു കമ്പനിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുവാണോ, എല്ലാം എപ്പോഴും പറയുന്ന പോലെ കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ഈ വീഡിയോസ് കാണുന്നവർക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.